അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. Let y equal to x be the equation of a chord of the circle C1 in the closed plane x half plane x greater than or equal to 0 of diameter 10 passing through the origin. Let C2 be another circle described on the given chord as its diameter. If the equation of the chord of the circle C2 which passes through the point 23 and is farthest from the center of C2 is x plus ay plus b equal to 0, then a minus b is equal to. അതാണ് ക്വസ്റ്റ്യൻ. രണ്ട് സർക്കിളിനെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സർക്കിൾ C1 ഹാഫ് പ്ലെയിൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0-ലാണ്. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും ആണ്. അത് ഇപ്പുറത്തേക്ക് പോകുന്നില്ല. സെക്കൻഡിലേക്കും തേർഡിലേക്കും ആ സർക്കിൾ പോകുന്നില്ല. ആ സർക്കിൾ ഡയമീറ്റർ 10 ആണ്, പാസിംഗ് ത്രൂ ഒറിജിൻ ആണ്. ഇപ്പൊ പാസിംഗ് ത്രൂ ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവാം, ഇങ്ങനെ ആവാം, അങ്ങനെയൊക്കെ ആവാം. ഇപ്പോ പിന്നെ എങ്ങനെ പോവാം, ഇങ്ങനെ ആവാം, അങ്ങനെയൊക്കെ പോകും. പക്ഷെ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ക്വാഡ്രന്റിലേക്കും തേർഡ് ക്വാഡ്രന്റിലേക്കും പോകുന്നില്ല. പിന്നെ പാസിംഗ് ത്രൂ ഒറിജിൻ ആണെങ്കിൽ അത് ഇങ്ങനെ ആവണം. അല്ലാതെ ഏത് കേസ് വന്നാലും അതെന്താവും, അത് അപ്പുറത്ത് സെക്കൻഡ് ക്വാഡ്രന്റിലേക്കോ തേർഡ് ക്വാഡ്രന്റിലേക്കോ പോകും. അപ്പോ ഇത് 0 0, ഇത് കറക്റ്റ് അതിന്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എൻഡ് ആയിരിക്കും 10 0. ഇതാണ് C1. അപ്പൊ C1ന്റെ സെന്റർ 5 0. അതിനുള്ള ഒരു കോഡാണ് y ഈക്വൽ ടു എക്സ്. അതിന്റെ ഒരു കോഡാണ് y ഈക്വൽ ടു എക്സ്. അപ്പൊ അത് ചെന്ന് മുട്ടാൻ പോകുന്ന എവിടെയായിരിക്കും? 0.5 അല്ല 5.5. ഓക്കെ. ഇനി C2 be another circle described on the chord as its diameter. ഈ കോഡ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് വേറൊരു സർക്കിൾ. അപ്പോ ഇങ്ങനെ ഒരു സർക്കിൾ, അത് ഹാഫ് പ്ലെയിനിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് C2. C2ന്റെ ഡയമീറ്റർ ആണ് ആ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു എൻഡ് പോയിന്റ് ആണ് 0 0. അപ്പൊ ഈ കോഡിന്റെ മിഡ് പോയിന്റ് എന്തായിരിക്കും? ഈ കോഡിന്റെ മിഡ് പോയിന്റ് C2ന്റെ സെന്റർ ആവും. ആ കോഡിന്റെ മിഡ് പോയിന്റ് C2ന്റെ സെന്റർ ആവും. ഇത് C1ന്റെ ഒരു കോഡാണല്ലോ y ഈക്വൽ ടു എക്സ്. ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം കോഡ്. ഇത് റേഡിയസ്, അത് 5. പിന്നെ ഈ ലൈൻ y ഈക്വൽ ടു എക്സ് അല്ലേ? y ഈക്വൽ ടു എക്സ് എന്ന് 50-ലേക്കുള്ള ഡിസ്റ്റൻസ് ആണിത്. y ഈക്വൽ ടു എക്സ് എന്ന് 50-ലേക്കുള്ള ഡിസ്റ്റൻസ് ആണത്. അതെത്ര? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0, 5 മൈനസ് 0 ബൈ റൂട്ട് 2, 5 ബൈ റൂട്ട് 2. അപ്പൊ ഇത് 5 ബൈ റൂട്ട് 2. അപ്പൊ റേഡിയസ് കിട്ടും. ആ ചെറിയ സർക്കിളിന്റെ C2ന്റെ റേഡിയസ് R2 ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 5 ബൈ റൂട്ട് 2 ഹോൾ സ്ക്വയർ. ഇപ്പൊ 5 പുറത്തെടുത്താൽ റൂട്ട് ഓഫ് 1 മൈനസ് 1 ബൈ 2. 5 ബൈ റൂട്ട് 2 ആയിരിക്കും അതിന്റെ റേഡിയസ്. ഓക്കെ, 5 ബൈ റൂട്ട് 2 ആയിരിക്കും അതിന്റെ റേഡിയസ്. ഇനി സിന്റെ ആ സർക്കിളിന്റെ സർക്കിൾ 2ന്റെ സെന്റർ RR ആണെന്ന് വിചാരിക്കുക. സെന്റർ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈനിലാണല്ലോ. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ആർ സ്ക്വയർ, അതിന്റെ ഒരു പോയിന്റ് ആണ് 0 0. അപ്പൊ അതാണ് എന്ത്? ആ റേഡിയസ് ആയിരിക്കും 5 ബൈ റൂട്ട് 2. അപ്പൊ റൂട്ട് 2 ഇൻറ്റു ആർ ആണ് 5 ബൈ റൂട്ട് 2. ആർ ഇസ് ഈക്വൽ ടു 5 ബൈ 2. അപ്പോ അതിന്റെ സെന്റർ 5 ബൈ 2 ആണ്. അപ്പൊ സെന്റർ 5 ബൈ 2 ആണ്, അത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സർക്കിൾ 2ന്റെ ഇക്വേഷൻ എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 2gx 2fy. 2g എത്ര? മൈനസ് ഇത് സെന്റർ അല്ലേ, അത് മൈനസ് ജി മൈനസ് എഫ് ആണ്. അപ്പൊ 2g എത്രയാവും? 2r ഇസ് ഈക്വൽ ടു 5. അത് മൈനസ് ജി ആണ്. മൈനസ് ജി ഈക്വൽ ടു 5. അപ്പൊ g ഈക്വൽ ടു മൈനസ് 5. അപ്പൊ 2g എത്രയാവും? r ഇസ് ഈക്വൽ ടു 5 ബൈ 2. അപ്പൊ മൈനസ് 2g ഈക്വൽ ടു 5. അപ്പൊ 2g ഈക്വൽ ടു അല്ല, അവിടെ
അതിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് എത്രയാണ്? സെന്റർ ആണ് 5/2 5/2. അപ്പൊ 2g എത്രയാവും? -5x -5 ഈക്വൽ ടു 0. ഇതാണ് C2ന്റെ ഇക്വേഷൻ. C2 എന്ന് പറയുന്ന സർക്കിളിന്റെ ഇക്വേഷൻ ഇതായിരിക്കും. അതായത് C2ന്റെ സെന്റർ ആണ് നമുക്ക് വേണ്ടത്. ബേസിക്കലി C2ന്റെ സെന്റർ കിട്ടി. C2ന്റെ സെന്റർ 5/2 5/2 അതാണ് ആവശ്യം. സർക്കിളിന്റെ ഇക്വേഷൻ ആവശ്യമില്ല. 5/2 5/2 ആണ് C2ന്റെ സെന്റർ. ഇനി വേണ്ടത് if the equation of the chord of circle C2 which passes through the point 23 and is farthest from the center of C2. ഇനി ഒരു കോഡിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. C2ന്റെ സെന്റർ 5/2 5/2 ആണ്. ഒരു കോഡ് ഉണ്ട്. 23 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു കോഡ് ഉണ്ട്. ഈ കോഡ് ഈ 5/2 5/2 5/2 എന്ന മാക്സിമം ഡിസ്റ്റൻസിലാവണം. അതായത് ഈ 23യിലൂടെ കുറെ കോഡ് വരക്കാം. ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരക്കാം, അങ്ങനെ കുറെ കോഡ് പോകും. ഇതിൽ ഏത് കോഡാണ് ഈ സെന്ററിൽ നിന്ന് മാക്സിമം ഡിസ്റ്റൻസിലുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോ ഈ ഒരു കോഡാണെന്നുണ്ടെങ്കിൽ ആ കോഡിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ഇത്രയാണ്. ഇപ്പൊ ഈ കോഡ് എന്നാണെങ്കിൽ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ഇത്രയാണ്. ഈ കോഡ് ആണെങ്കിൽ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ഇത്രയാണ്. അപ്പൊ ഏറ്റവും മാക്സിമം സെന്റർ എന്ന ഡിസ്റ്റൻസ് വരുന്ന കോഡ് ഏതായിരിക്കും? സെന്റർ എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് കോഡിലേക്ക് നോക്കുക. ഏറ്റവും മാക്സിമം ഡിസ്റ്റൻസ് വരാൻ പോകുന്നത് ഇങ്ങനെ കോഡിനായിരിക്കും. അതായത് ഈ സെന്ററിനെയും ഈ 23 എന്ന് പറഞ്ഞ പോയിന്റിനെയും കണക്ട് ചെയ്യുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഏത് കോഡ് വരുന്നോ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതിന് തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഏത് കോഡാണോ ആ കോഡായിരിക്കും ഈ സെന്ററിൽ നിന്ന് ഏറ്റവും ഫാർദസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. കണ്ടോ, ഈ ഡിസ്റ്റൻസ് കണ്ടു, ഇത് ഇത്രയേ ഉള്ളൂ, ഇത് അതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പൊ ഏറ്റവും ഫാർദസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത് ഈ സെന്ററും ആ പറഞ്ഞ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ വരച്ചാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഏത് കോഡ് വരുന്നോ അതിനായിരിക്കും എന്ത്? അതായിരിക്കും ഫാർദസ്റ്റ് ഫ്രം സെന്റർ. അപ്പൊ ഇതാണ് സെന്റർ. ഈ പറഞ്ഞ പോയിന്റിനെ നമുക്ക് എ എന്നെടുത്താൽ ഈ CA ഇത് കോഡ്, നമുക്ക് വേണ്ട കോഡിനെ L എന്നെടുത്താൽ L ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു CA. L CAക്ക് പെർപെൻഡിക്കുലർ ആവണം. ഈ CAന്റെ സ്ലോപ്പ് എന്താ? CAന്റെ സ്ലോപ്പ് 5/2 - 3/5/2 - 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 - 6/5 - 4 -1/1 ഈക്വൽ ടു -1 ആണ്. അപ്പോ -1 ആണ് CAന്റെ സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പ് ഓഫ് കോഡ് എന്താണ്? 1. സ്ലോപ്പ് ഓഫ് കോഡ് ഇസ് ഈക്വൽ ടു 1. പിന്നെ കോഡ് പാസസ് ത്രൂ 23. കോഡ് 23യിലൂടെ പാസ് ചെയ്യുന്നു. അപ്പൊ കോഡിന്റെ ഇക്വേഷൻ എഴുതാം. 1 ഇസ് ഈക്വൽ ടു y - 3/x - 2. അപ്പൊ x - 2 ഈക്വൽ ടു y - 3. x - y + 1 ഇസ് ഈക്വൽ ടു 0. ഇതായിരിക്കും കോഡിന്റെ ഇക്വേഷൻ. അത് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് x + ay + b ഈക്വൽ ടു 0യോട്. സോ a ഇസ് ഈക്വൽ ടു -1, b ഇസ് ഈക്വൽ ടു a ഈക്വൽ ടു -1. ഇവിടെ പോയിന്റ് ഏതാ? ഇത് തന്നെ അല്ലേ? a ഇസ് ഈക്വൽ ടു -1, b ഈക്വൽ ടു y3, a ഈക്വൽ ടു -1. 3 അവിടെ വരുമ്പോൾ +1 അല്ലേ? 1 b 1 അല്ലേ? എന്നിട്ട് ചോദിച്ചാൽ എന്താ? a - b ആണ്. -1 -1 ഇസ് ഈക്വൽ ടു -2. -1 -1 ഇസ് ഈക്വൽ ടു -2 ആണ് ആൻസർ വരേണ്ടത്. -2 ആൻസർ ഓപ്ഷൻ 3 ആണ് അതിന്റെ ആൻസർ.